ആവറേജ് മലബാർ കല്യാണം അങ്ങനെ റീലിൽ കണ്ടിട്ടുള്ളത്. നമ്മൾ ലൈൻ പിടിക്കാൻ പോണം, ഒരു 1.5 ലൈൻ. ഇതുപോലത്തെ തുടക്കം എന്നും വന്നാൽ ഞാൻ ലൈഫിൽ ഒരു മൂഡിലല്ലേ ജീവിക്കാൻ. എന്നാ പിന്നെ കേട്ടോളി, ഇന്ന് അങ്ങനത്തെ ദിവസമാണ്. നമ്മളെ കമ്പനിക്കാരന്റെ നിക്കാണ്. ഓനാണെങ്കിൽ പരിപാടിക്ക് കൊണ്ടുവരാത്ത വണ്ടികളില്ല, നമുക്കാണെങ്കിൽ പുതിയ എല്ലാ സാധനം അതിലുണ്ട്. നമ്മൾ എത്തിയപ്പോഴും ചെക്കന്മാരൊക്കെ ഫുള്ള് റെഡി ആയാണ്, വണ്ടികളൊക്കെ സെറ്റപ്പ് ആക്കിയാണ് ചെറുക്കനെ എൻട്രി തുടങ്ങി. നല്ലൊരു ഷോട്ടാണ് പൊട്ടിച്ചാണ് പരിപാടിയും സ്റ്റാർട്ട് ആക്കി. പിന്നെ ഓരോന്ന് ലൈനപ്പ് ഇട്ട് റോട്ടിക്കാൻ ഇറങ്ങിയപ്പോൾ നിലമ്പൂരങ്ങാടി മൊത്തത്തിൽ നോക്കി തുടങ്ങി. നിക്കാൻ നടക്കുന്ന വണ്ടൂരായതുകൊണ്ട് അതുവരെ ലൈനപ്പിന്റെ വീഡിയോസും കാര്യങ്ങളും എടുത്താണ് ഓഡിറ്റോറിയത്തിൽ. അവിടെ ഇനി ശരിക്കുള്ള മൂഡ്, കാരണം വണ്ടികളൊക്കെ നിരത്തി വെച്ചാണ് ഷോക്കാണ്. പിന്നെ ചെക്കന്റെ എൻട്രി നിക്കാതെ പെണ്ണിന്റെ എൻട്രി ഫുഡും കഴിച്ചാണ് ഓനോട് സലാം പറഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങി. അടുത്ത പരിപാടി നമ്മുടെ നാട്ടിലെ ചങ്ങായിന്റെ കാരനോ നിൽക്കാറുണ്ട്, അതിനും പാടെ പോകണം. മനസ്സിലോടെ അവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ നേരെ പരിപാടിക്ക് പോയി. അവിടെ നമ്മളെത്തിയപ്പോൾ ചെറുക്കനും പെണ്ണ് തിരിച്ച് പെരീക്കോരാണിക്കണം. അപ്പൊ അവിടെ ചെറുതായിട്ട് ഫുഡും കഴിച്ചാണ് നേരെ ചെറുക്കന്മാരെയും കൂട്ടി നാട്ടിൽ പോകും. ഞായറാഴ്ച ദിവസമല്ലേ വെറുതെ ഇരിക്കലായിരുന്നു. വൈകുന്നേരം ചെറുക്കനെയും കൂട്ടി അൾട്ടീസ് കൊടുത്താണ് നമ്മൾ നേരെ കോഴിക്കോട് പോയി. മെയിൻ ആയിട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് റെയിൽവേയിൽ കുറച്ച് പാർസൽ വന്നിട്ട് ഇന്റർസെപ്റ്റർ ഉണ്ട്. അത് കൊടുത്താണ് ഇന്ന് കുറച്ച് വെറൈറ്റിക്ക് തുർക്കിഷ് ആയിട്ടുള്ള എന്തൊരു വിഭാഗം കഴിക്കിയത് ടെർബോഷയിൽ പോയി. ഒരു കബാബിന്റെ ആയിട്ട് ഒരു ബീഫിന്റെ ഐറ്റം പറഞ്ഞപ്പോൾ ഒരു സൂപ്പും തന്നു, പിന്നെ ഒരു സൗദി ഷാമയും കുടിച്ചാണ് നേരെ പെരീക്ക് വന്നത്. അപ്പൊ ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളൂ. ഫോളോ അടുത്ത വീഡിയോ